VS Sanjit, നമുക്ക് പാർക്കോട്ട് ഒരു അഭ്യാസം കൂടി ഒന്ന് കാണേണ്ടതുണ്ട്. ഒപ്പം അതിഥികളുണ്ട്. മിസ്റ്റർ ഇന്ത്യ, സുമേഷ് റാവു. എവിടെ വീട്? കോഴിക്കോട്. മിസ്റ്റർ ഇന്ത്യ ആയിരുന്നു. നിങ്ങൾ മിസ്റ്റർ ഇന്ത്യ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? നമുക്കൊന്ന് കണ്ടാലോ. മിസ്റ്റർ ഇന്ത്യ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന ക്യാമ്പയിൻ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കുറേ മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സാധാരണ ഈ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ ഈ ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന മനുഷ്യരോട് നിങ്ങൾക്ക് പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതായത് ശരീരത്തിൻ്റെ എനർജിയും പോസിറ്റിവിറ്റിയും നിർത്താൻ ഈ ഒരു സാധനത്തിൻ്റെ ആവശ്യമില്ല അല്ലേ? അതെ സാർ, അത് നമ്മൾ ഈ ചെറുപ്പം മുതലേ ഉള്ള കുട്ടികളെ ഇതാക്കിയിട്ട് നമ്മളിപ്പോൾ ഈ വരുന്ന പുതിയ ആൾക്കാരെ, ഇപ്പോൾ വലുതായിട്ടുള്ള ആൾക്കാരെ നമ്മൾ പറഞ്ഞിട്ട് ഇതാക്കുന്നതിലും നമുക്ക് ഈ ചെറിയ കുട്ടികളെ വീട്ടിൽ നിന്ന് മുതലേ ട്രെയിൻ ചെയ്തിട്ട് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഇത്. നമ്മൾ അതായത് എന്താ വെച്ചാൽ നമ്മളെ കണ്ടിട്ടാണ് നമ്മളെ കുട്ടികൾ പഠിക്കുക അല്ലേ. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്, നമ്മളെ കുട്ടികളെ നമ്മൾ ഇപ്പോൾ വീട്ടിൽ നമ്മളെന്താ പഠിപ്പിക്കുക, പല്ല് കഴിക്കാൻ പഠിപ്പിക്കും, കുളിക്കാൻ പഠിപ്പിക്കും. ഇതൊക്കെ അവർ വലുതാകുമ്പോൾ അത് ശീലമായിട്ട് അവർ കൊണ്ടു നടക്കുന്നില്ലേ. അതെ, അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഹെൽത്ത് നമ്മൾ ചെറുപ്പം മുതലേ കുട്ടികൾക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ അച്ഛനമ്മമാർ അത് ചെയ്ത് കാണിച്ചു കൊടുത്ത് അവരത് കണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനത്തെ ഈ ഒരു ഇത് ഇല്ലാണ്ടാവുന്നതാണ് എൻ്റെ. അതാണ് എനിക്കൊരു മെട്രോ ഫ്ലാറ്റ് അടക്കമുള്ള ഒരുപാട് റെസിഡൻസ് അസോസിയേഷനുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവധിക്കാല ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലുള്ള മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, നല്ല എനർജിയുള്ള കുട്ടികളാണ്. അപ്പോൾ ഇവരെ വീട്ടിലിരുത്തുക എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യമല്ല. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ കൊടുത്ത ആ നിമിഷം ഇവർ സൈലൻ്റ് ആവും. പക്ഷെ അവർ എന്നേക്കുമായി സൈലൻ്റ് ആവും. അതാ പ്രശ്നം. അപ്പോൾ ഈ ആക്റ്റീവ്നെസ് ഇങ്ങനെ നിർത്തുക, സ്ക്രീൻ ടൈം കുറയ്ക്കുക, അതിനുവേണ്ടി ആക്ടിവിറ്റി ഒക്കെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ മിസ്റ്റർ ഇന്ത്യ കണ്ടുവോ? ഇങ്ങനെ മിസ്റ്റർ ഇന്ത്യ ആവണം. കൈ പിടിച്ചേ, മസിൽ പിടിച്ചേ, പിടിച്ചേ. ഒന്നുമില്ലല്ലോ, കാര്യമായിട്ടില്ല. ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പം ഇവരൊക്കെ ഈ കുട്ടികളൊക്കെ ഏത് പ്രായത്തിലാണ് ഇത് ട്രെയിൻ ചെയ്ത് തുടങ്ങേണ്ടത്? ചെറുപ്പം മുതലേ പോവാ, ഒരു 5 വയസ്സ് മുതലേ ജിമ്മിൽ പോവാ. അങ്ങനത്തെ ഒരു ഇതില്ല. അതെന്ന് പറഞ്ഞിട്ട് കുട്ടികൾ എല്ലാവരും തെറ്റായിട്ടുള്ളൊരു ധാരണ ഉണ്ട്. കുട്ടികൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഹൈറ്റ് കുറഞ്ഞു പോകും, അല്ലെങ്കിൽ അവരെ ഗ്രോത്ത് കുറഞ്ഞു പോകും. കുട്ടികളെ ഏറ്റവും നന്നായിട്ട് ഗ്രോ ചെയ്യുക എക്സസൈസ് ചെറുപ്പം മുതലേ ചെയ്ത് തുടങ്ങിയാൽ. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പെറ്റിനെ വാങ്ങി, എല്ലാവരും ഇപ്പോൾ ഒരു പെറ്റിനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെന്താ ചെയ്യുക, അതിനെ കളിപ്പിക്കും. അതിന് വേണ്ട എന്തൊക്കെയാണോ അതിന് വേണ്ട പ്രോപ്പർ ഡയറ്റും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ വാങ്ങിയിട്ട് കൊടുക്കുന്നത്. ഒരു പെറ്റിൻ്റെ അടുത്ത് കാണിക്കുന്ന ഒരു ഇത് നമ്മളെ കുട്ടികളുടെ അടുത്ത് ആരും കാണിക്കുന്നില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരു വണ്ടി ആയിക്കോട്ടെ, ഒരു കാർ ആയിക്കോട്ടെ, നമ്മളൊരു ബൈക്ക് എടുത്ത് അതിനെ കറക്റ്റ് സർവീസ് ചെയ്ത് ഇതാക്കിയിട്ടെല്ലാം നമ്മൾ കൊണ്ടു നടക്കുന്നത് അല്ലേ. ആ ഒരു വില നമ്മളെ ശരീരത്തിന് നമ്മൾ ആരും കൊടുക്കുന്നില്ല. നിങ്ങളത് ആലോചിച്ച് നോക്കും. വണ്ടി സർവീസിന് കൃത്യമായി നിങ്ങൾ കൊണ്ടുപോകുമല്ലോ. 3000 കിലോമീറ്റർ ഓടുമ്പോൾ, 6000 കിലോമീറ്റർ ഓടുമ്പോൾ, നിങ്ങൾക്ക് ഒരു വയസ്സ് പിന്നിടുമ്പോൾ ഒരു വർഷത്തിൽ ഒരിക്കൽ നിങ്ങളുടെ സർവീസ് നിങ്ങൾ നടത്താറുണ്ടോ? എപ്പോഴെങ്കിലും നടത്താറുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ടോക്സിക് നമുക്ക് കളയാൻ ആകപ്പാടുള്ള ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസാണ്. അത് പ്രോപ്പറായിട്ട് ചെയ്യണം. എക്സസൈസ് എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് സയൻറ്റിഫിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിന് നല്ല ട്രെയിനേഴ്സ് ഉള്ള നല്ല ജിമ്മിലോ ഇവിടെ പോയിട്ട് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. എല്ലാവരും എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിലും നടക്കാൻ പോകും, അതൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് എനിക്കൊന്ന് ബോഡി ട്രെയിനിങ്ങിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ ഫോർമുലയേ ഉള്ളൂ: നോ പെയിൻ നോ ഗെയിൻ. അത് പിന്നെ ഞാൻ ചെയ്യുന്നത് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷനാണ്. അത് ഒരു സ്പോർട്ടായിട്ട് കാണാനല്ല പറയുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് സ്പോർട്ട്, ഇതിപ്പോൾ എല്ലാവരും വരുന്നത് ജിമ്മിൽ മസിൽ ഉണ്ടാക്കുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശം മാത്രം. എല്ലാവരും മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനാണ് നമ്മൾ ജിമ്മിലും ഇതിലും പോകുന്നത്. മസിൽസ് എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗൻസും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അത് സ്ട്രോങ് ആക്കി വെക്കണം. അത് സ്ട്രോങ് ആക്കിയിട്ട് മാത്രമേ നമ്മളെ ഓർഗൻസ് ഒക്കെ പ്രോപ്പറായിട്ട്, അതായത് നമ്മൾ വണ്ടീൻ്റെയൊക്കെ ഷോക്ക് അബ്സോർബറാണ് നമ്മളെ മസിൽസ്. ഈ മസിൽസ് നമ്മൾ എത്രത്തോളം ബോഡിയിൽ നിന്ന് നമ്മൾ അധികം ആൾക്കാർ ആവശ്യമായിട്ട് കാർബോ എടുത്ത് നിങ്ങൾ കൂടാതെ അതിനാവശ്യം വേണ്ടുന്ന ഡയറ്റും അതേ തന്നെ ബോഡി ട്രെയിനിങ്. ആൾക്കാർക്ക് ജിമ്മിൽ പോകാനുള്ള പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കുക ഡയറ്റ് ചെയ്യുക, ഞാൻ ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ജിമ്മിൽ പോകാൻ പറ്റുള്ളൂ. ഒരിക്കലുമല്ല, അങ്ങനെയല്ല. നമ്മൾ പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കണം, പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ മസിൽസ് അവിടെ നിലനിൽക്കുകയുള്ളൂ. ഇത് ബോഡിയിൽ നിന്ന് പോകുമ്പോഴാണ് അധികം ആൾക്കാർക്കും ജോയിൻറ്റ് പെയിൻസ്. അതായത് ഈ നിങ്ങൾ ഫുട്ബോൾ കളിക്കാൻ കുട്ടികളെ വിടുന്നു, ക്രിക്കറ്റ് കളിക്കാൻ വിടുന്നു, ഓരോ ക്യാമ്പിനും വിടുന്നു, ഇതാക്കുന്നു. അവരെ ട്രെയിനിങ് മാത്രമേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇപ്പുറത്തെ സൈഡ്, അതായത് നമ്മളെ ഫുഡ് പ്രോപ്പറായിട്ട് കൊടുക്കേണ്ടത്, അത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ചെയ്യുന്നത് ഓവർ ട്രെയിനിങ് ആവുക ചെയ്യുക. എക്സാക്ട്ലി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ടുള്ള രീതിയുണ്ട്. നിങ്ങൾ അതിനൊക്കെ ചെയ്യുക. ഈ കുട്ടികളെ പോലെയുള്ളവർ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ സുമേഷ് പറഞ്ഞതുപോലെ കൃത്യമായി കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ഹാബിറ്റാക്കി അത് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് അങ്ങനെ മസിൽ ഒരിക്കൽ കൂടി ഒന്ന് കണ്ടാലോ? മസിൽ വേണമെന്നുണ്ടോ? ഒന്ന് മസിൽ പിടിച്ചാട്ടെ. എന്താ പേര് മോൻ്റെ? ഗോഹാൻ. ഓക്കെ, മസിൽ ഒന്ന് പിടിച്ചു നോക്കിയോ. അങ്കിളിലൂടെ മസിൽ പിടിച്ചു. ഓക്കെ, സൂപ്പർ. ഒന്ന് തൊട്ട് നോക്കിയോ.
അപ്പം ഈ മസിൽ മാത്രമല്ല, മസിൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ്. വെക്കേഷൻ സമയത്തൊക്കെ ഇതിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇതിലും നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ പ്രായമായിപ്പോയി, ഇതായിപ്പോയി, എനിക്കിനി ജിമ്മിൽ പോകാൻ പറ്റുമോ, മറ്റുള്ളവരുടെ കൂടെ എന്നെ എന്താ വിചാരിക്കുക, അങ്ങനത്തെ ഈ ചിന്തകളൊക്കെ ഫസ്റ്റ് കളയണം. ഓക്കെ, അത് കളഞ്ഞ് തിരിച്ചു വരിക. നമ്മൾ ഉയർപ്പ് എന്ന് പറയല്ലോ, ഈസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഉയർപ്പാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇതുവരെയുള്ളതൊക്കെ സംഭവിച്ചു, അത് പോകട്ടെ. ഇനി നമ്മൾ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈസ്റ്റർ. താങ്ക് യു സുമേഷ്, താങ്ക്സ് എ ലോട്ട്. ഗുഡ് മെസ്സേജ് ഇന്നത്തെ ദിവസം, പ്രത്യേകിച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച്. ദാറ്റ്സ് എ സ്റ്റഡി ക്ലാസ് ആസ് വെൽ.